ഡോക്ടർ നിയാസ് നസീസ് ഡെന്റോഫേഷ്യൽ ഓർത്തോപീഡിക് ഡെന്റൽ ക്ലിനിക് ചുള്ളിക്കൽ, ഡോക്ടർ നിയാസ് നസീസ് ന്യൂ സ്മൈൽ ഡെന്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി. കേരള മീറ്റ് വർക്കേഴ്സ് യൂണിയൻ ജനറൽ ബോഡി യോഗം നടന്നു. കേരള മീറ്റ് വർക്കേഴ്സ് യൂണിയൻ ജനറൽ ബോഡി യോഗം ചെർലായിക്കടവ് ഫ്രണ്ട്സ് ഹാളിൽ നടന്നു. രക്ഷാധികാരി അഡ്വക്കേറ്റ് രാജേഷ് ആന്റണി യോഗം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ജെ റഹീം അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം കെ ഷംസു മുഖ്യ പ്രഭാഷണം നടത്തി. ജനറൽ സെക്രട്ടറി ടി.എസ്. നവാസ് സ്വാഗതവും നാസിൽ തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു. കേരള മീറ്റ് വർക്കേഴ്സ് യൂണിയൻ എന്ന ഒരു സംഘടന രജിസ്റ്റർ ചെയ്ത് KTUC-യുമായി അഫിലിയേറ്റ് ചെയ്ത് ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും എനിക്ക് തോന്നുന്നു ഇതിൽ ഏകദേശം 100-ലധികം ആളുകൾ ഉണ്ടെന്നോ അല്ലേ, ആ ഗ്രൂപ്പിൽ തന്നെയുണ്ട്. പക്ഷെ അതിന്റെ പകുതിയോളം ആളുകൾ എത്തിയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമാണ്. ഇനിയെങ്കിലും നമ്മൾ ആദ്യം കൈവിടല് ഈ മേഖലയിലേക്ക് നമ്മളുടെ ഭാഗത്തു നിന്ന് ശക്തമായ ഒരു സഹകരണം ഉണ്ടാകുവാൻ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ അഭ്യർത്ഥിക്കുക. യൂണിയൻ തീരുമാനിച്ച് അധികാരിച്ചിട്ട് ഒരു വില നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ യൂണിയനെതിരെ പ്രവർത്തിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിനെതിരെ ശക്തമായിട്ട് യൂണിയനിൽ തന്നെ സമ്പാദന നേരിടാൻ തയ്യാറാണ്. അതിനിപ്പോൾ ഇതിൽ അംഗത്വം എടുത്ത എല്ലാവർക്കും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ വിലയിൽ തന്നെ ഇവിടെ വിൽക്കും. വില കുറച്ച് വിൽക്കാനാണെന്നുണ്ടെങ്കിൽ ആ കച്ചവടക്കാരെ ട്രഷറർ കെ നസീർ നന്ദി പറഞ്ഞു. മാറി മാറി വരുന്ന കോർപ്പറേഷൻ ഭരണാധികാരികൾ പശ്ചിമകൊച്ചിയിലെ ഇറച്ചി കച്ചവടക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇനി അത് നടപ്പാകില്ലെന്നും ഇവർ പറഞ്ഞു. പശ്ചിമകൊച്ചിയിലെ 6-ാം ഡിവിഷനിൽ മരക്കടവിൽ പ്രവർത്തിച്ചിരുന്ന അറവുശാല നവീകരണത്തിന് വേണ്ടി പൊളിച്ചിട്ട് 20 വർഷക്കാലമായി. ഇപ്പോൾ അവിടെ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയിരിക്കുകയാണെന്നും ഇവർ ആരോപിച്ചു. അറവുകൾ നടക്കുന്നത് കച്ചവടക്കാരുടെ സ്ഥലങ്ങളിൽ അശാസ്ത്രീയമായ രീതിയിലാണെന്നും ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മുൻനിർത്തി എത്രയും പെട്ടെന്ന് അറവുശാല നിർമ്മിച്ച് ഡോക്ടറുടെ സാന്നിധ്യത്തിൽ അറവുകൾ നടത്തണമെന്നും അല്ലാത്തപക്ഷം സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം കെ ഷംസു പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.